മാത്സ് 2026-27 ഒന്നാമത്തെ ചാപ്റ്ററായ അരിത്മെറ്റിക് സീക്വൻസസ് എന്ന ചാപ്റ്ററിൻ്റെ 5ാമത്തെ പാർട്ടാണ് ഇന്നത്തെ വീഡിയോ. സോ കഴിഞ്ഞ പാർട്ടുകൾ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പേജ് നമ്പർ 13 ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 1-ന് തന്നെ കുറച്ച് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്കെല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ചോദ്യം ചോദിക്കുന്നത്, check whether each of the sequences given below are arithmetic sequences. Give reasons also. Find the common differences of the arithmetic sequences. താഴെ തന്നിരിക്കുന്ന കുറച്ച് സീക്വൻസുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ സീക്വൻസ് ആയിട്ടല്ല നമുക്ക് തന്നിട്ടുള്ളത്, ഇങ്ങനെ എഴുതിയ രീതിയിലാണ് നമുക്ക് തന്നിട്ടുണ്ടാവുക. സോ അത് വെച്ച് നമ്മളൊരു സീക്വൻസ് ഫോം ചെയ്യുക. എന്നിട്ട് നമ്മളോട് പറയുന്നത് അത് അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് ഇതുവഴി കിട്ടുന്ന ഒരു സീക്വൻസ് അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്ന് നോക്കുക. അതുപോലെ ആണെങ്കിൽ എന്തുകൊണ്ട്, ഗിവ് റീസൺസ്, പിന്നെ ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ്. ഇനി അഥവാ അരിത്മെറ്റിക് സീക്വൻസ് ആണെങ്കിൽ അതിനൊരു കോമൺ ഡിഫറൻസ് ഉണ്ടാവുമല്ലോ, അത് കണ്ടുപിടിക്കാം. ഇത്രയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. അപ്പോൾ ഈ ഒരു സീക്വൻസ് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കുക, അത് അരിത്മെറ്റിക് സീക്വൻസ് ആണോ നോക്കണം. ഓക്കെ, അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. ഈ ഒരു ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ മുൻപത്തെ ഒരു പാർട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, ഈ ഒരു ചാപ്റ്ററിൽ തന്നെ ഉണ്ട്. അതെങ്ങനെ നമ്മൾ ചെയ്യണ്ടേ? ഫസ്റ്റ് ഡിവിഷൻ ബൈ ഏത് നമ്പറാണോ വന്നിട്ടുള്ളത് അതിൻ്റെ മൾട്ടിപ്പിൾസ് വെച്ചിട്ട് ഒരു സീക്വൻസ് ഉണ്ടാക്കുക. ഇപ്പോൾ ഇവിടെ ഡിവിഷൻ ബൈ 4 ആണ് വന്നിട്ടുള്ളത്. സോ അതിൻ്റെ മൾട്ടിപ്പിൾസ് വെച്ച് എന്ന് പറയുമ്പം സാധാരണ നമ്മൾ 4, 8, 12 അങ്ങനെയാണ് പോവുക. പക്ഷെ ഇവിടെ 0 കൂടി നമ്മൾ കൺസിഡർ ചെയ്യുക. കാരണം 4 × 0 0, അത് കഴിഞ്ഞിട്ടാണ് 4 × 1 4, 4 × 2 8 ഒക്കെ വരുന്നത്. ഇത്രയും ഒരു കുറച്ച് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി റിമൈൻഡർ 1 ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഈ ഒരു സീക്വൻസിലെ ഓരോ ടേമിനെയും നമ്മൾ 4 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ റിമൈൻഡർ 0 ആയിരിക്കും വരാൻ നമുക്കറിയാം. കാരണം ഇത് 4ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. സോ ഇതിനെ നമ്മൾ 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ എന്തായാലും റിമൈൻഡർ അഥവാ ശിഷ്ടം എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ അതുകൊണ്ട് റിമൈൻഡർ 1 വരണമെങ്കിൽ ഈ നമ്പേഴ്സിൻ്റെ കൂടെയൊക്കെ 1 ആഡ് ചെയ്തിട്ടുള്ളൊരു സീക്വൻസ് വേണം നമ്മൾ ഉണ്ടാക്കാൻ. ഇത് നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ക്ലാസ് കൃത്യമായിട്ട് കേട്ട് വരുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് അറിയായിരിക്കും. സോ 0 + 1 1, 4 + 1 5, എല്ലാ നമ്പറിൻ്റെയും കൂടെ 1 ആഡ് ചെയ്യുക. 8 + 1 9, 12 + 1 13, 16 + 1 17. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സീക്വൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു സീക്വൻസിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. ഈ ഒരു നമ്മുടെ സീക്വൻസിൽ ഏതൊരു ടേമിനെ എടുത്ത് നമ്മൾ 4 വെച്ച് ഡിവൈഡ് ചെയ്താലും റിമൈൻഡർ 1 കിട്ടും എന്നുള്ളതാണ് പ്രത്യേകത. സോ ഇവിടെ പറഞ്ഞിട്ടുള്ള സീക്വൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആ സീക്വൻസ് അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. നമുക്ക് നോക്കാം. അപ്പോൾ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ പ്രത്യേകത എന്താണ്? അടുത്തടുത്ത ഏത് ടേമുകൾക്കിടയിലുള്ള ഡിഫറൻസും സെയിം ആയിരിക്കണം. സോ നമുക്ക് ഈ ഒരു സീക്വൻസിൽ അത് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം 2ാമത്തെ ടേമിൽ നിന്ന് 1ാമത്തെ ടേമിനെ മൈനസ് ചെയ്യാണ്. പിന്നെ 3ാമത്തെ ടേമിൽ നിന്ന് 2ാമത്തേനെ മൈനസ് ചെയ്യാണ്. പിന്നെ 4ാമത്തേന്ന് 3ാമത്തേനെ മൈനസ് ചെയ്യാണ്. പിന്നെ ഇതിനെ മൈനസ് ചെയ്യുക. 17 - 13. ഇതിൻ്റെ ഒക്കെ ആൻസർ എന്താ വരുന്നത്? 5 - 1 4, 9 - 5 4, 13 - 9 4, 17 - 13 4. സോ നമുക്കിവിടെ മനസ്സിലാവും ഈ ഒരു സീക്വൻസിൽ അടുത്തടുത്ത ഏത് നമ്പേഴ്സ് എടുത്താലും അതിനിടയിലുള്ള ഡിഫറൻസ് സെയിം ആണ്. സോ അതുകൊണ്ട് നമുക്ക് പറയാം ഈ ഒരു സീക്വൻസ് അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് അല്ലേ. സോ നമുക്ക് എഴുതി കൊടുക്കാം, കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 4. എന്തുകൊണ്ടാണ് ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആയത്? ബിക്കോസ് ഇത് എഴുതി തെറ്റിപ്പോയി, അതുകൊണ്ട് ഞാൻ ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞത്. ബിക്കോസിന് ഞാൻ നമ്മൾ ടൈപ്പ് ചെയ്തിരുന്ന പോലെ എഴുതിപ്പോയി. എന്തായാലും അവിടെ ഇരിക്കട്ടെ. ബിക്കോസ് ദർ എക്സിസ്റ്റ് എ കോമൺ ഡിഫറൻസ്. ഒരു കോമൺ ഡിഫറൻസ് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് എൻ അരിത്മെറ്റിക് സീക്വൻസ്. ദിസ് ഈസ് എൻ AP എന്ന് വേണമെങ്കിൽ എഴുതിയാൽ മതി. ഓക്കെ, പിന്നെ ഇപ്പോൾ നമ്മൾ AP അങ്ങനെ കൂടുതൽ യൂസ് ചെയ്ത് കാണലില്ല. ഞാൻ വീഡിയോൻ്റെ ലെങ്ത്ത് കുറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഷോർട്ട് ഫോംസ് ഉപയോഗിക്കുന്നത്. അരിത്മെറ്റിക് സീക്വൻസ് തന്നെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സീക്വൻസ് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ചു, അതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ് എന്ന് നമുക്കറിയാം. മനസ്സിലായി അല്ലേ? കോമൺ ഡിഫറൻസ് വെച്ചിട്ട് നമുക്ക് മനസ്സിലായി.
കോമൺ ഡിഫറൻസ് എഴുതി. ഇത് എന്തുകൊണ്ടാണ് അരിത്മെറ്റിക് സീക്വൻസ് ആകുന്നത്? റീസൺ ബിക്കോസ് ദർ എക്സിസ്റ്റ് എ കോമൺ ഡിഫറൻസ്. സോ ദിസ് ഈസ് എൻ AP. കോമൺ ഡിഫറൻസ് നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറായി. ഇതുപോലെ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് ഞാൻ 2, 3 ഒരു പേജിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 1 or 2 ഓൺ ഡിവിഷൻ ബൈ 4. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 അല്ലെങ്കിൽ റിമൈൻഡർ 2 കിട്ടുന്ന നാച്ചുറൽ നമ്പറിൻ്റെ സീക്വൻസ് ചെയ്താൽ, എന്നിട്ട് അതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്ന് കണ്ടുപിടിക്കണം, റീസൺ എഴുതണം. ഓക്കെ, കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിലായിരിക്കും അരിത്മെറ്റിക് സീക്വൻസ് ആവുക. അത് തന്നെയായിരിക്കും റീസൺ ആയിട്ട് വരുന്നത്. സോ നമുക്ക് നോക്കാം. ഇപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 1 or 2 ഓൺ ഡിവിഷൻ ബൈ 4. ഇപ്പം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടണം അല്ലെങ്കിൽ റിമൈൻഡർ 2 കിട്ടണം. സോ ഇത് രണ്ടും കൂട്ടിയിട്ടുള്ളൊരു സീക്വൻസാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. സോ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 കിട്ടണമെങ്കിൽ അത് 4ൻ്റെ മൾട്ടിപ്പിൾസ് വെച്ചിട്ടുള്ള സീക്വൻസ് ആണെന്ന് നമുക്കറിയാം അല്ലേ. ഫസ്റ്റ് തന്നെ നമ്മൾ 4ൻ്റെ മൾട്ടിപ്പിൾസ് വെച്ചിട്ടൊരു സീക്വൻസ് ചെയ്താണ് 0 ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. അപ്പോൾ 0, 4, 8, 12, 16 എക്സെട്ര. ഇനി റിമൈൻഡർ 1 കിട്ടണമെങ്കിൽ നമുക്കറിയാം ഈ സീക്വൻസിലെ ഓരോ ടേമിൻ്റെ കൂടിയും 1 ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ +1 വെച്ചിട്ടുള്ള സീക്വൻസ് എങ്ങനെ വരും? 1, 5, 9, 13, 17. ഓക്കെ, ഇനി +2 വെച്ചിട്ട് ചെയ്താൽ 0ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുക, 4ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുക, 8ൻ്റെ റിമൈൻഡർ 2 കിട്ടണമെന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനിവിടെ +2 വെച്ചിട്ടും കൂടി എഴുതുന്നത്. 2, 6, പിന്നെ എന്തൊരു 8ൻ്റെ കൂടെ 2 ആകുമ്പോൾ 10, 14, 18. ഓക്കെ, അപ്പോൾ റിമൈൻഡർ 1 കിട്ടുന്ന സീക്വൻസാണ് ഇത്, റിമൈൻഡർ 2 കിട്ടുന്ന സീക്വൻസാണ് ഇത്. എങ്ങനെ ചെയ്യുമ്പോൾ? 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്ന സീക്വൻസാണ് ഇത്. അങ്ങനെ വെച്ചാൽ ഈ ഒരു സീക്വൻസിൽ ഏത് ടേം എടുത്തിട്ട് നമ്മൾ 4 വെച്ച് ഡിവൈഡ് ചെയ്താലും ശിഷ്ടം അഥവാ റിമൈൻഡർ എന്ന് പറയുന്നത് 1 കിട്ടും. ഈ ഒരു സീക്വൻസിൽ ഏതൊരു ടേം എടുത്തിട്ടും അതിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ശിഷ്ടം അഥവാ റിമൈൻഡർ എന്ന് പറയുന്നത് 2 കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ 2 സീക്വൻസ് എഴുതി. ഇനി നമ്മളോട് റിമൈൻഡർ 1 or 2 വരുന്ന ഒരു സീക്വൻസാണ് എഴുതാൻ പറയുന്നത്. സോ ഈ 2 സീക്വൻസിനെയും കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു സീക്വൻസാണ്, അതിനെ പറ്റിയിട്ടാണ് നമ്മളോട് ചോദിക്കുന്നത്. സോ നമുക്ക് അങ്ങനെ ഒരു സീക്വൻസ് ഉണ്ടാക്കണം. അതിനെന്ത് ചെയ്യുക? ഈ 2 സീക്വൻസിലെയും നമ്പേഴ്സ് ഇൻക്രീസിങ് ഓർഡറിൽ അങ്ങ് എഴുതി വെക്കുക. അഥവാ 1 or 2 ചോദിക്കുന്നുണ്ട്, എന്ത് ചെയ്യുക? 1 എഴുതുക, പിന്നെ 2 ആണല്ലോ വരിക, പിന്നെ 5, പിന്നെ 6, പിന്നെ 9, പിന്നെ 10, 13, 14, 17, 18. ഓക്കെ, ഈ ഒരു സീക്വൻസ് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. മനസ്സിലായല്ലോ? ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടുള്ള സീക്വൻസ്. അപ്പോൾ ഞാൻ ചെറുതെന്ന് വലുത് നമ്പറിലേക്ക് വരുന്ന രീതിയിൽ എഴുതി വെച്ചു. ഇനിയും വരുമല്ലോ ഇങ്ങനത്തെ നമ്പേഴ്സ്, അതുകൊണ്ട് എക്സെട്ര ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 or 2 വരുന്ന സീക്വൻസ് ഇതാണ്. ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്ന് കണ്ടുപിടിക്കണം. വളരെ എളുപ്പമാണല്ലോ. നമ്മളെല്ലാ അടുത്തടുത്ത ടേംസിൽ നിന്നും അതിൻ്റെ പ്രീവിയസ് ടേമിനെ മൈനസ് ചെയ്യുക. അഥവാ ഇപ്പോൾ 2 എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് 1നെ മൈനസ് ചെയ്യുക, 5 എടുക്കുകയാണെങ്കിൽ 2നെ മൈനസ് ചെയ്യുക, 6 എടുക്കുകയാണെങ്കിൽ 5നെ മൈനസ് ചെയ്യുക. അങ്ങനെ നമ്മൾ ചെയ്ത് നോക്കാം. ഇപ്പോൾ 2 - 1 1 ആണ്, 5 - 2 3 ആണ്, പിന്നെ 6 - 5 1 ആണ്, 9 - 6 3 ആണ്. സോ ഇത്രയും ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് അല്ല എന്നുള്ളത്. അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ഇവിടെ ഒരു കോമൺ ആയിട്ട് ഒരൊറ്റ നമ്പർ ഡിഫറൻസ് ആയിട്ട് വരുന്നില്ല. അതായത് അടുത്തടുത്ത എല്ലാ ടേമുകൾക്കിടയിലുള്ള ഡിഫറൻസും സെയിം ആയിട്ട് വരുന്നില്ല. സോ അതുകൊണ്ട് ഇത് അരിത്മെറ്റിക് സീക്വൻസ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സിമ്പിളായിട്ട് ചെയ്താണെങ്കിൽ ദർ ഈസ് നോ കോമൺ ഡിഫറൻസ്. കോമൺ ആയിട്ടൊരു നമ്പർ തന്നെ എല്ലാ ടേംസിനിടയിലും ഡിഫറൻസ് ആയിട്ട് വരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ദർ ഈസ് നോ കോമൺ ഡിഫറൻസ്. സോ അതുകൊണ്ട് തന്നെ ദിസ് ഈസ് നോട്ട് എൻ AP. അപ്പോൾ ഈ ഒരു സീക്വൻസ് അരിത്മെറ്റിക് സീക്വൻസ് എല്ലാന്ന് കണ്ടുപിടിച്ചു. അതുകൊണ്ട് തന്നെ ഇനി കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി വെക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതിന് കോമൺ ഡിഫറൻസ് ഇല്ല. സോ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് അല്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തത്, സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ, അതുപോലെ തന്നെ കോമൺ ഡിഫറൻസ് ഉണ്ടോ എന്നൊക്കെയാണ് നമുക്ക് നോക്കേണ്ടത്. സോ സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയുന്ന ഒരു സീക്വൻസ് ആണ് അല്ലേ. അപ്പോൾ എല്ലാ നാച്ചുറൽ നമ്പറിൻ്റെയും സ്ക്വയർ എടുക്കുക. 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ, 5 സ്ക്വയർ, അങ്ങനെ. ഓക്കെ, നമുക്കറിയാമല്ലോ 1 സ്ക്വയർ 1 ആണ്,
2 സ്ക്വയർ 4 ആണ്, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16, 5 സ്ക്വയർ 25. ഓക്കെ, അപ്പോൾ ആ ഒരു സീക്വൻസ് അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും നമ്മൾ എന്ത് ചെക്ക് ചെയ്താൽ മതി? കോമൺ ഡിഫറൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. സോ ഫസ്റ്റ് 4 - 1 എത്രയാണ് വരുന്നത്? 3 ആണ്. 9 - 4 എത്രയാണ് വരുന്നത്? 5 ആണ്. ഇപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് അല്ല. കാരണം എല്ലാ അടുത്തടുത്ത ടേമുകൾക്കിടയിലുള്ള ഡിഫറൻസും സെയിം അല്ല, ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ 16 - 9 ആണെങ്കിൽ 7 ആണ് ആൻസർ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞതിൻ്റെ അതേ റീസൺ ഇവിടെ എഴുതിയാൽ മതി. ദർ ഈസ് നോ കോമൺ ഡിഫറൻസ്. ദർ ഈസ് നോ കോമൺ ഡിഫറൻസ്. സോ ദിസ് ഈസ് നോട്ട് എൻ AP. അരിത്മെറ്റിക് സീക്വൻസ് തന്നെ നിങ്ങൾ എഴുതിക്കോട്ടെ. ഞാൻ വേഗത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് AP എഴുതുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സബ് ക്വസ്റ്റ്യൻസും കൂടി നോക്കാം. നാലാമത് ചോദിക്കുന്നത് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിനെ പറ്റിയിട്ടാണ്. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ നേരെ ഉൾട്ടാന്ന് പറയില്ലേ, ആ സംഭവം. ഓക്കെ, അപ്പോൾ അത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സോ നമുക്ക് നോക്കാം. ഇപ്പം നാച്ചുറൽ നമ്പേഴ്സ് ഏതാണെന്ന് നമുക്കറിയാമല്ലോ, വളരെ ഈസിയാണ്. 1, 2, 3, 4, 5 അങ്ങനെ വരുന്ന നമ്പേഴ്സാണ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ഉൾട്ട അല്ലെങ്കിൽ റെസിപ്രോക്കൽ എന്ന് പറയുമ്പം 1/, ആ ഒരു നമ്പർ ഇതാ. അതായത് ഇപ്പം നാച്ചുറൽ നമ്പേഴ്സ് X, Y, Z ആണെങ്കിൽ റെസിപ്രോക്കൽസ് 1/X, 1/Y, 1/Z അങ്ങനെ എഴുതാം. ഓക്കെ, അതിനെ കുറച്ചും കൂടി സിമ്പിളാക്കാൻ നമുക്ക് ഇങ്ങനെയും കൂടെ ആലോചിക്കാം. 1നെ നമുക്ക് 1/1 എന്ന് എഴുതിയാലും കുഴപ്പമില്ലല്ലോ, കാരണം 1/1 1 തന്നെയാണ്. ഇനി 2നെ by1 എന്ന് എഴുതിയാൽ കുഴപ്പമുണ്ടോ? ഇല്ല, കാരണം 2/1 2 തന്നെയാണ്. ഇനി 3നെ വേണമെങ്കിൽ 3/1 എന്ന് എഴുതിയാലും കുഴപ്പമില്ല, കാരണം 3/1 എന്ന് പറയുന്നത് 3 തന്നെയാണ്. അപ്പോൾ അതുപോലെ നമുക്ക് ഏതൊരു നാച്ചുറൽ നമ്പറിൻ്റെ അടിയിലും 1 ഇട്ടെന്ന് കരുതിയിട്ട് ആ ഒരു റിസൾട്ട് മാറാൻ പോകുന്നില്ല, ആ നമ്പർ തന്നെയായിരിക്കും ആൻസർ വരുന്നത്. സോ ഇതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പം ഇതിന് നമ്മൾ നേരെ തിരിച്ച് എഴുതാം. അപ്പം അങ്ങനെ ആലോചിക്കുമ്പം 1ൻ്റെ റെസിപ്രോക്കൽ മാത്രം ആൻസർ 1 തന്നെയാണ് വരുന്നത്. കാരണം 1/1 ഇങ്ങനെ എഴുതിയാലും ഡിനോമിനേറ്ററിലുള്ള 1നെ മുകളിൽ കൊണ്ടുപോയി ന്യൂമറേറ്ററിനെ താഴെയിടുകയെന്ന് വിചാരിച്ചോ. അഥവാ ഇപ്പോൾ ഡിനോമിനേറ്ററിലുള്ള 1നെ ഞാൻ മുകളിൽ ഇരുന്ന് ന്യൂമറേറ്ററിനെ താഴെ ഇടുന്നു, അങ്ങനെയായാലും ആൻസർ 1 തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത് 2/1 അതിനെ നേരെ ഓപ്പോസിറ്റ് ചെയ്യുമ്പം 1/2. 3/1 അതിൻ്റെ റെസിപ്രോക്കൽ 1/3. 4/1 അതിൻ്റെ റെസിപ്രോക്കൽ 1/4. 5/1 അതിൻ്റെ റെസിപ്രോക്കൽ 1/5. അപ്പോൾ ഇങ്ങനെ നാച്ചുറൽ നമ്പറിൻ്റെ റെസിപ്രോക്കൽസ് വെച്ചിട്ട് നമ്മളൊരു സീക്വൻസ് ഉണ്ടാക്കാം. ആ സീക്വൻസ് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. സോ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? കോമൺ ഡിഫറൻസ്. സോ നമുക്ക് നോക്കാം. അപ്പോൾ 1നെ ഞാനിവിടെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നിടത്ത് 1/1 നാട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ 1/2 രണ്ടാമത്തെ നമ്പറിൽ നിന്ന് അല്ലെങ്കിൽ രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേമിനെ മൈനസ് ചെയ്ത് നോക്കാം. 1നെ ഞാൻ 1/1 എഴുതുന്നുണ്ട്, അത് എഴുതിയാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇത് ആൻസർ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? ബട്ടർഫ്ലൈ മെത്തേഡ് അല്ലെങ്കിൽ എന്താ പറയുക, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എന്നൊക്കെ നമ്മൾ പറയും. അഥവാ നമ്മൾ റൈറ്റ് സൈഡിലുള്ളതിൻ്റെ ഡിനോമിനേറ്ററിനെ ഇപ്പുറത്തുള്ളതിൻ്റെ ന്യൂമറേറ്ററായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 1 അത് 1 തന്നെയാണ്. മൈനസ് ഈ നടുക്കത്തെ ചിഹ്നം ഇടുക. ഇനി നേരെ ഓപ്പോസിറ്റ് ചെയ്യുക. അതായത് ഇപ്പം ഇങ്ങനെ നമ്മൾ ചെയ്തത് ഇനി ഇങ്ങനെ ചെയ്യുക. 2 × 1 2 ഡിവൈഡഡ് ബൈ 2 × 1 2 ഇത് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. 1 - 2 എന്ന് പറയുന്നത് ചെറുതെന്ന് വലുതിനെ മൈനസ് ചെയ്യുന്നതുകൊണ്ട് നെഗറ്റീവ് ചിഹ്നം വരും. സോ -1 -1/2 ഇതാണ് നമ്മൾ ആൻസർ വരുന്നത്. -1/2 ആണ് വരുന്നത്. പിന്നെ അതുപോലെ നമുക്ക് മൂന്നാമത്തേൽ നിന്ന് രണ്ടാമത്തേനെ മൈനസ് ചെയ്ത് നോക്കാം. 1/3 - 1/2 അപ്പോൾ എന്താ കിട്ടുന്നത്? 2 × 1 2 ഇതേ മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. -3 × 1 മൈനസ് ആണ്. 3 × 1 3 ഡിവൈഡഡ് ബൈ 3 × 2 6. 2 - 3 എന്ന് പറയുന്നത് -1 ആണ്, കാരണം ചെറുതിൽ നിന്നാണ് വലുതിനെ കുറക്കുന്നത്. ഡിവൈഡഡ് ബൈ 6 ആണ് വന്നിട്ടില്ലേ. സോ ഇത് രണ്ടും നോക്കുന്നതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കോമൺ ഡിഫറൻസ് സെയിം ആയിട്ട് വരുന്നില്ല അല്ലേ. അതായത് ഇവിടെ കോമൺ ഡിഫറൻസ് ഇല്ല, കാരണം അടുത്തടുത്ത ടേമുകൾക്കിടയിലുള്ള ഡിഫറൻസ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു AP അല്ല, അല്ലെങ്കിൽ ഒരു അരിത്മെറ്റിക് സീക്വൻസ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ നമുക്ക് പറയാം there is no common difference. So this is not an AP.
അപ്പം അങ്ങനെ ആ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ ആയിട്ടുണ്ട്. ഇപ്പം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇനി കോമൺ ഡിഫറൻസ് എന്ന് നമ്മളൊന്നും എഴുതേണ്ട ആവശ്യമില്ലല്ലോ, കാരണം ഇവിടെ കോമൺ ഡിഫറൻസ് ഇല്ല. ഇനി അടുത്തത് പവേഴ്സ് ഓഫ് 2. ഇതിൻ്റെ സീക്വൻസ് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണെങ്കിൽ കോമൺ ഡിഫറൻസ് ചെയ്താൽ അങ്ങനെ. ഓക്കെ, അപ്പോൾ പവേഴ്സ് ഓഫ് 2 എന്ന് പറയുമ്പം 2ൻ്റെ പവേഴ്സ് എന്ന് പറയുമ്പോൾ മുകളിലിരുന്ന നമ്പറിന് നമ്മൾ പവേഴ്സ് എന്ന് പറയുക. ഇപ്പം x⁻y എന്ന് എഴുതുകയാണെങ്കിൽ ഈ y-നെയാണ് നമ്മൾ പവേഴ്സ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ പവേഴ്സ് ഓഫ് 2 ആണ് ചോദിക്കുന്നത്. 2ൻ്റെ മുകളിൽ പവേഴ്സ് ചെയ്താൽ അപ്പോൾ 2⁻1, 2⁻2, 2⁻3, 2⁻4 അങ്ങനെ. ഓക്കെ, ഇത് നമുക്ക് നമ്പർ ആയിട്ട് ചെയ്താണെങ്കിൽ 2⁻1 2. 2⁻2 എന്ന് പറയുമ്പം 2 × 2 ചെയ്താൽ മതി. 2 × 2 എന്താണ് 4. 2⁻3 എന്ന് പറയുമ്പം 2 × 2 × 2, അതായത് 3 വട്ടം 2 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് കിട്ടുക 8 ആണ്. 2⁻4 എന്ന് പറയുമ്പം 4 വട്ടം 2നെ മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 2 4, 4 × 2 8, 8 × 2 16. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഈ ഒരു സീക്വൻസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ നോക്കണം. നമുക്ക് ഇത്ര നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേമിനെ മൈനസ് ചെയ്യാം. 4 - 2 അതെത്രയാണ് വരുന്നത് 2. മൂന്നാമത്തേന്ന് രണ്ടാമത്തേന് മൈനസ് ചെയ്യുക. 8 - 4 അതെത്രയാണ് വരുന്നത് 4. സോ ഇപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് അരിത്മെറ്റിക് സീക്വൻസ് അല്ല, കാരണം അടുത്തടുത്ത ടേമുകൾക്കിടയിലുള്ള ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. സോ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് അല്ല നമുക്ക് പറയാം. ദർ ഈസ് നോ കോമൺ ഡിഫറൻസ്. സോ ദിസ് ഈസ് നോട്ട് ആൻ AP. ഓക്കെ, അപ്പോൾ ഇത്തിരി ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസറും കൂടി. പിന്നെ ലാസ്റ്റ് ഒരു സബ് ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, അതും കൂടി ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ കഴിയും. നമുക്ക് എന്തായാലും അതും കൂടി ഒന്ന് നോക്കാം. അപ്പോൾ ആറാമത്തെ സബ് ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഹാഫ് ഓഫ് ദ ഓഡ് നമ്പേഴ്സ്. അപ്പോൾ ഓഡ് നമ്പേഴ്സിൻ്റെ പകുതി ആ ഒരു സീക്വൻസ് നമ്മൾ എഴുതുക. എന്നിട്ട് അതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്നൊക്കെ നോക്കാനാണ് പറയുന്നത്. സോ നമുക്ക് നോക്കാം. ഓഡ് നമ്പേഴ്സ് ഫസ്റ്റ് എഴുതി നോക്കാം. ഓഡ് നമ്പേഴ്സ് അറിയാമല്ലോ, ഒറ്റ സംഖ്യകൾ 1 3 5 7 9 11 അങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഇതിനെയൊക്കെ ഡിവൈഡ് ബൈ 2 ചെയ്യുക അല്ലേ. ഹാഫ് ആക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ 2 വായിക്കാന്നാണ്. സോ ഡിവൈഡ് ബൈ 2 ചെയ്യുക. അപ്പോൾ 1/2 ചെയ്യുക, 3/2, 5/2, 7/2, 9/2, 11/2 അങ്ങനെ. ഓക്കെ, അപ്പോൾ ഈ ഒരു സീക്വൻസ് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്നാണ് നോക്കേണ്ടത്. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേമിൽ മൈനസ് ചെയ്യുക. കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് ആണ്. സോ നമുക്ക് ചെക്ക് ചെയ്യാം. 3/2 - 1/2 എന്താ ആൻസർ വരാം. നമ്മൾ ബട്ടർഫ്ലൈ മെത്തേഡ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എന്നും പറയും. 2 × 3 6 - 2 × 1 2 ഡിവൈഡഡ് ബൈ 2 × 2 4. ഇപ്പോൾ 6 - 2 എന്ന് പറയുന്നത് 4 ആണ്. 4/4 അതായത് 1 ആണ് അല്ലേ. സെയിം നമ്പറിനെ, അതായത് ഒരു നമ്പറിനെ അതേ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആൻസർ 1 ആണല്ലോ കിട്ടുക. സോ അങ്ങനെ. ഓക്കെ, പിന്നെ കഴിഞ്ഞിട്ട് മൂന്നാമത്തേന്ന് രണ്ടാമത്തേനെ മൈനസ് ചെയ്ത് നോക്കുക. 5/2 - 3/2 എത്രയാണ് വരുന്നത് 2 × 5 10 - 2 × 3 6 ഡിവൈഡഡ് ബൈ 2 × 2 4. അഥവാ 10 - 6 4 ആണ്. 4/4 വിച്ച് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇതേ ആൻസർ തന്നെയാണ് വരുന്നത്. നമുക്കൊരു രണ്ടെണ്ണം കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി അടുത്തത് നാലാമത്തേന്ന് മൂന്നാമത്തേന്ന് മൈനസ് ചെയ്ത് നോക്കാം. 7/2 - 5/2 2 × 7 14 ആണ്. -5 × 2 10 ആണ്. ഡിവൈഡഡ് ബൈ 2 × 2 എന്ന് പറയുന്നത് 4 ആണ്. 14 - 10 4 ഡിവൈഡ് ബൈ 4 ആൻസർ 1 ആണ്. 9/2 - 7/2 ഈക്വൽ ടു 2 × 9 18 - 2 × 7 14 ഡിവൈഡ് ബൈ 2 × 2 4. അതും 4/4 ആണ് വരുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 1. സോ നമുക്ക് മനസ്സിലാവും ഈ ഒരു സീക്വൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അടുത്തടുത്ത ഏത് സംഖ്യകൾക്കിടയിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നതും 1 ആയിട്ട് തന്നെ, അതായത് ഒരു നമ്പർ ആയിട്ട് തന്നെ വരുന്നുണ്ട്. സോ ഈ ഒരു സീക്വൻസിന് കോമൺ ഡിഫറൻസ് ഉണ്ട്. കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു എത്രയാണ് 1 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ദർ എക്സിസ്റ്റ് എ കോമൺ ഡിഫറൻസ്. സോ ദിസ് ഈസ് എൻ AP. ഇതൊരു AP ആണ്, അരിത്മെറ്റിക് സീക്വൻസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ദർ എക്സിസ്റ്റ് എ കോമൺ ഡിഫറൻസ്. ഞാൻ ശ്രദ്ധിക്കലുണ്ട്, ഞാൻ കുറേ വീഡിയോയിലും T ക്യാപിറ്റൽ എഴുതുക സ്മോൾ എഴുതുക അതൊക്കെ നമുക്ക് മാറിപ്പോലുണ്ട്. അതങ്ങനെ സ്പീഡിൽ എഴുതുമ്പോൾ പറ്റിപ്പോന്നാട്ടാ. അപ്പോൾ അതൊന്നും വലിയ കുഴപ്പമില്ലായിരിക്കുന്നത്. സാധാരണ ഞാൻ അതൊക്കെ നോക്കുന്നൊരു ടൈപ്പാണ്, പക്ഷെ എനിക്ക് തെറ്റിപ്പോന്നേ. ദർ എക്സിസ്റ്റ് എ കോമൺ ഡിഫറൻസ്
അതുകൊണ്ട് തന്നെ ദിസ് ഈസ് എൻ AP. ഓക്കെ, അപ്പോൾ ഇത്രയാണുള്ളത്. APക്ക് പകരം അരിത്മെറ്റിക് സീക്വൻസ് തന്നെ എഴുതാം കേട്ടോ. കോമൺ ഡിഫറൻസിന് പകരം ആ ഒരു സംഖ്യ അതന്നെ എഴുതി വെക്കുക, വേർഡ് തന്നെ. ഞാനിപ്പോൾ ഇങ്ങനെ ഷോർട്ടാക്കി എഴുതിയാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് ഇടുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്ത പാർട്ടായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.